പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഏറ്റവും വലിയ ഉന്നതനായ കണക്കധ്യാപകൻ കാലമാണ്. കണക്കുകൾ സൂക്ഷിക്കുന്നതിലും കണക്ക് പറയിക്കുന്നതിലും ബഹുമിടുക്കൻ. ഒരു കമ്പ്യൂട്ടറും എഐയും ഒന്നും വേണ്ടാത്ത മിടുക്കൻ. ആ വിദ്വാൻ്റെ കണക്ക് പറച്ചിലിൽ സ്വസ്ഥതയില്ലാതെ ഉഴലുകയാണ് വേലുണ്ണിക്കുറുപ്പ്. എന്നാൽ സ്വയം ചെയ്തതല്ലാത്ത കണക്കിൻ്റെ പടിയിൽ കാലിടറി വീണ് നൊന്ത് ജീവിക്കുകയാണ് ഭദ്ര. ആ പുസ്തകത്തിൽ സരസ്വതിയമ്മ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാനുള്ള തത്രപ്പാടിലാണ്. വായിക്കാം. അവകാശികൾ 1-ാം വോള്യം 3-ാം ഖണ്ഡം 4-ാം ഭാഗം 3-ാം അധ്യായം. ശ്രീചേട്ടൻ കുളിക്കാൻ എഴുന്നേറ്റ് പോയപ്പോൾ സിറ്റിംഗ് റൂമിലേക്ക് കടന്നു ചെന്നു. മിസ്റ്റർ ഉണ്ണി ചവിട്ടുകല്ലിറങ്ങി കഴിഞ്ഞിരുന്നു. പിന്നാലെ ചെന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. മിസ്റ്റർ ഉണ്ണി നാളെ വരുമല്ലോ? കൊച്ചച്ചൻ പിന്നെയും കാണണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വരാം. പിന്നെ വേറൊന്ന്. എന്താ? മിസ്റ്റർ ഉണ്ണിക്ക് പോകാൻ വൈകിട്ടുണ്ടാവും. അതിനെന്താ? മിസ്റ്റർ ഉണ്ണി ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. എന്താ വേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കാനൊരു വിഷമം തോന്നി. ശ്രീചേട്ടൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. ഏത് കാര്യം? രാജിയുടെ കുഞ്ഞമ്മയുടെ പ്രപ്പോസല്. ഓ, അതോ? ശ്രീചേട്ടൻ എന്താ പറഞ്ഞേ? അതിത്ര ചോദിക്കാനുണ്ടോ? അറിയില്ലേ എന്താ പറയാന്ന്? കൊന്നാലും സമ്മതിക്കില്ല. അത് വിചാരിച്ച് പരിഭ്രമിക്കണ്ട. പരിഭ്രമം അത് വിചാരിച്ചിട്ടല്ല എന്ന് പറയണം എന്ന് തോന്നി. ജിമ്മിൻ്റെ മുഖം മനസ്സിലുയർന്നു. കുഞ്ഞമ്മ വെറുതെ പറഞ്ഞതാവില്ല. സരസ്വതി അമ്മയ്ക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടെന്നാണ് ശ്രീധരൻ്റെ വിശ്വാസം. പിന്നെ അശോകൻ്റെ നടപ്പും അത്ര ചൊവ്വല്ലല്ലോ. അതൊക്കെ അതെ. പറയേണ്ടത് പറയാൻ നാക്കത്തു വരുന്നില്ല. 2-ാം മുണ്ടിൻ്റെ തുമ്പിൽ തെരിപ്പിടിച്ചുകൊണ്ട് നിന്ന് പരിങ്ങി. എന്താ സുഭദ്രയമ്മയ്ക്കൊരു സംശയം പോലെ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ മിസ്റ്റർ ഉണ്ണിയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായമോ? അതെ. ഇത് നല്ലതോ ചീത്തയോ? ആകാംക്ഷയോടെ മിസ്റ്റർ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞാൽ അത് സ്വീകരിക്കാം. തികഞ്ഞ സമചിത്തതയോടെ ആലോചിച്ച് എന്തും പറയും. ഇത്ര തൻ്റെയിടവും ബുദ്ധിയുമുള്ള മനുഷ്യർ ചുരുങ്ങും, കുലീനതയും. ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രീധരനല്ലേ നല്ലത്? ഞാനതല്ല ചോദിച്ചത്. മിസ്റ്റർ ഉണ്ണിയുടെ സ്വന്തം അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അല്പനേരം ചിന്തിച്ച ശേഷമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്നോട് ചോദിച്ചാൽ ഞാൻ ശ്രീധരനോടും ഇതുതന്നെയാണ് പറഞ്ഞത്. തൽക്കാലം ഈ വക കാര്യങ്ങൾ ആലോചിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. രാജിയുടെ മനസ്സിനൊരു സമനില കിട്ടുന്നത് വരെ മിണ്ടാതിരിക്കുകയാണ് ഉത്തമം. അത് ശരിയാണ്. പക്ഷേ എന്താ പകുതിക്ക് നിർത്തിയത്? പക്ഷേ മിണ്ടാതിങ്ങനെ വിട്ടാൽ വേറെന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ? എന്തബദ്ധം? ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം ഉണ്ണി ചോദിച്ചു. അങ്ങനെ വല്ല സംശയം ഉണ്ടോ? പറയേണ്ട സന്ദർഭമായി. നാക്കത്ത് വരുന്നുമുണ്ട്. പക്ഷേ പറയാൻ ശങ്ക. ഉണ്ണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഉടനെ തന്നെ നോട്ടം പിൻവലിച്ചു. സംശയം ഉണ്ടായിട്ടല്ല. എങ്കിലും പിന്നെ കുഞ്ഞമ്മയും പറഞ്ഞു. എന്ത്? എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുഞ്ഞമ്മ വെറുതെ പറയില്ലല്ലോ. അതുകൊണ്ട് മനസ്സിനൊരു ഈശല്. എന്താ സംഗതി? ഒന്നുമില്ല. അവള് നമ്മുടെ ജിമ്മില്ലേ, ജിമ്മുമായിട്ട് അടുക്കണുണ്ടോയെന്ന് കുഞ്ഞമ്മയ്ക്കൊരു സംശയം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വല്പം ആശ്വാസം തോന്നി. മിസ്റ്റർ ഉണ്ണി എന്ത് വിചാരിക്കുമോ ആവോ? ജിം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണല്ലോ. അതുകൊണ്ടെന്താ? കുഞ്ഞമ്മ പറഞ്ഞത് മാത്രമാണല്ലോ താൻ പറഞ്ഞത്. അവളും ജിമ്മും വാസ്തവത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ആവോ? സരസ്വതിയമ്മ എന്താ പറഞ്ഞത്? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. അവളും ജിമ്മും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടല്ലോ, ഒന്നിച്ച് നടക്കണമെന്നുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയാലോ എന്ന് കുഞ്ഞമ്മയ്ക്കൊരു പേടി. ഐ സി. ഇത് ശ്രീധരനോട് പറഞ്ഞില്ലേ? ഇല്ല. ശ്രീചേട്ടൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എനിക്ക് വിഷമമാണ്. അതാ മിസ്റ്റർ ഉണ്ണിയോട് പറയണത്. മിസ്റ്റർ ഉണ്ണി സൗകര്യം പോലെ ശ്രീചേട്ടനോട് ഞാൻ പറയണമെന്നോ? അതെ, ശരി, പറയാം. എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കാകെ പേടിയാണ്. കാഞ്ഞ വെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ സ്ഥിതി. ഒരു സമാധാനവും ഇല്ല. സമാധാനക്കേടൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും ഞാൻ ശ്രീധരനോട് പറയാം. സരസ്വതി അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന്.
ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് ധൈര്യമില്ല. ഇതൊന്നും സാരാക്കണ്ട. ശരി, വേറെ ഒന്നുമില്ലല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നേരെ ഒരുപാടായി. പ്രിയ ഉണ്ടിരിക്കുമോ എന്നറിയില്ല. ശരി, രാജി കിടക്കുക തന്നെയാണല്ലേ? അതെ, ഓക്കെ, നാളെ കാണാം. മിസ്റ്റർ ഉണ്ണി തിരിഞ്ഞ് 2 അടി നടന്നപ്പോഴേക്കും ഗാർഡനിൽ നിന്ന് കയറി വരുന്നു രാജി. എവളെപ്പോഴാ പുറത്തിറങ്ങിയത്? രാജിയോ? മിസ്റ്റർ ഉണ്ണി ജീപ്പിൻ്റെ അഴിയിൽ പിടിച്ചുകൊണ്ട് നിന്നു. കിടക്കാണെന്നാണല്ലോ അമ്മ പറഞ്ഞത്. ആയിരുന്നു, ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇത്തിരി കാറ്റു കൊള്ളാൻ. കാറ്റു കൊണ്ടപ്പോൾ കുറച്ച് സുഖം തോന്നുന്നുണ്ട്. രാത്രി നല്ലതുപോലെ ഒന്ന് ഉറങ്ങിയാൽ മതി, നാളേക്ക് മാറും. നോക്കട്ടെ. പ്രിയ എപ്പോഴാണ് തിരിച്ചു വന്നത്? 5 മണി കഴിഞ്ഞു. വെയിൽ കൊണ്ട് പഞ്ചറായിട്ടുണ്ട് പെണ്ണ്. മുഖമൊക്കെ കരുവാളിച്ചിരിക്കുന്നു. അതൊന്നും സാരില്ല. ശരി, ഞാൻ പോട്ടെ, നേരായി. രാജി തലയാട്ടി. മിസ്റ്റർ ഉണ്ണി ജീപ്പിൽ കയറി തിരിഞ്ഞു നോക്കി. കൈവീശി യാത്ര പറഞ്ഞു. രാജി പെട്ടെന്നെന്തോ ഓർത്ത പോലെ ജീപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്തോ പറഞ്ഞു. ഉണ്ണി പുഞ്ചിരി തൂകി. അവളും ചിരിച്ചു. അവൾ ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. ജീപ്പ് പോയപ്പോൾ രാജി ചവിട്ടുകല്ല് കയറി വന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു. പകരം പഴയ വിഷാദഭാവം സ്ഥലം പിടിച്ചിരുന്നു. നിനക്ക് എന്താ കഴിക്കേണ്ടത്? ഒന്നും വേണ്ട. അത് പറ്റില്ല. അവളുടെ തോളത്ത് കൈവച്ചു. ബാ, പാലും റൊട്ടിയുമുണ്ട്, അതെങ്കിലും കഴിക്കണം, ബാ. അവൾ ചൊടക്കമൊന്നും പറയാതെ അനുഗമിച്ചു. അത്രേ ആശ്വാസം. നെടുവീർപ്പിടാതെ നെടുവീർപ്പ്. രാജി കോണി കയറി പോയിട്ടും സുഭദ്രയമ്മ അവിടെ തന്നെ നിന്നു. പെണ്ണ് കഴിച്ചു എന്ന് വരുത്തി കൂട്ടിയതേയുള്ളൂ. 1 കീറ് റൊട്ടിയും 1 ഗ്ലാസ് പാലും, അത്ര തന്നെ. അത് തന്നെ ശ്രീചേട്ടൻ അപ്പുറത്ത് ഉണ്ണാനിരിക്കുന്നത് കൊണ്ട്. ഗുളിക കഴിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഉറങ്ങും മുമ്പാവാമത്രേ. കയ്യിൽ കൊണ്ട് പോയിട്ടുണ്ട്. കഴിക്കുമോ എന്ന് ദൈവം കണ്ടു. തലവേദനയാണോ അതോ? കുഞ്ഞമ്മ പറഞ്ഞത് ശരിയാണെങ്കിൽ പോക്ക് വീണ്ടും കുഴപ്പത്തിലേക്കാണ്. ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടിക്കെന്താ ഇങ്ങനെ ഓരോന്ന് തോന്നാൻ? സ്വപ്നത്തിലും കരുതിയതല്ല ഇത്തരമൊരു അപകടം പതിയിരിക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും ബോധ്യം വരുന്നില്ല അവളും ഞെമ്മും തമ്മിൽ വേണ്ടാത്ത ഉണ്ടെന്ന് കുഞ്ഞമ്മയെ ഉറപ്പിച്ച് പറഞ്ഞില്ല. അതിലേക്കല്ലേ വഴി വെക്കുന്നതെന്നോ സംശയം പ്രകടിപ്പിക്കുക മാത്രം ചെയ്തുള്ളൂ. അത്ര പറഞ്ഞാൽ പോരെ? ഒന്നും കാണാതെ പറയില്ല. ഇങ്ങനത്തതൊക്കെ കണ്ടുപിടിക്കാൻ കുഞ്ഞമ്മയ്ക്ക് പ്രത്യേക സാമർഥ്യമുണ്ട്. ലോകപരിചയം കൂടുതലുണ്ടല്ലോ. വാസ്തവമായി കൂടുന്നില്ല. തീയും പഞ്ഞിയും ചേർന്നാൽ. പക്ഷേ അവൾക്ക് അങ്ങനെയൊരു അബദ്ധം വീണ്ടും പറ്റുമോ? ആദ്യത്തതിൽ നിന്നേറ്റ പൊള്ളൽ ഇനി ഉണങ്ങിയിട്ടില്ലല്ലോ. എന്തോ മനസ്സ് പോകുന്ന വഴി ആർക്കും അറിയാനൊക്കില്ല. അവനവന് തന്നെയും. അതല്ലേ കുഴപ്പം. നെടുവീർപ്പിട്ട് ഡൈനിങ് മുറിയിലേക്ക് നടന്നു. എന്താ, നിനക്ക് ഊണ് കഴിച്ചുകൂടെ? ശ്രീചേട്ടൻ ചോദിച്ചു. നേരെ ഒരുപാടായല്ലോ. ഉണ്ണാം. പ്ലേറ്റിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് പേരിനൊരിത്തിരി ചോറും കറികളും വിളമ്പി. വിശപ്പ് തോന്നുന്നില്ല. ശ്രീചേട്ടൻ്റെ ഊണ് കഴിയാറായിരിക്കുന്നു. മിസ്റ്റർ ഉണ്ണി ശ്രീചേട്ടനോട് പറയുമ്പോൾ എന്തായിരിക്കും ശ്രീചേട്ടൻ്റെ പ്രതികരണം? കുഞ്ഞമ്മ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതെന്നായിരിക്കും ആദ്യം നിശ്ചയിക്കുന്നത്. നീ എന്താ എന്നോട് പറയാഞ്ഞത് എന്നും ചോദിച്ചേക്കാം. പറഞ്ഞതിൽ കുറച്ച് വാസ്തവം കാണുമായിരിക്കും. ചിലപ്പോൾ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അവളിങ്ങനെ ഇത്തൽ കുഴിയിൽ കിടന്ന് നീറുന്നതിനേക്കാൾ ഭേദമാണല്ലോ. അവളുടെ ജീവിതം അതുകൊണ്ട് സന്തുഷ്ടമാവുമെങ്കിൽ അതിൻ്റെ അപ്പുറം എന്തെങ്കിലും നോക്കാനുണ്ടോ? സംശയം അവിടെയാണ്. ജിമ്മിനോട് കൂടിയുള്ള ജീവിതം സന്തോഷപ്രദമായിരിക്കുമോ? അതും മറ്റൊരു ദുരന്തകഥയാവാനല്ലേ എളുപ്പം. ജിമ്മിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആർക്കെന്തറിയാം? എങ്ങനെയൊക്കെയോ ജീവിച്ച എഴുതാപ്പുറം വായിക്കുകയാണ്. അവളും അയാളും തമ്മിൽ യാതൊന്നുമില്ല, ഉണ്ടാവാനിടയില്ല. വല്ലപ്പോഴും കാണുന്നു, വർത്തമാനം പറയുന്നു, അത്രയേ ഉള്ളൂ. അത് സർവ്വസാധാരണം. അയാൾ അമേരിക്കക്കാരനാണ്, അവളും ലോകം കണ്ടവളാണ്. അവർ തമ്മിൽ അടുത്തിടപഴകിയാൽ അതിൽ തെറ്റൊന്നുമില്ല. കുഞ്ഞമ്മ വെറുതെ. ശ്രീചേട്ടൻ കൈ കഴുകാൻ എഴുന്നേറ്റു. മിസ്റ്റർ ഉണ്ണി പറയുമ്പോൾ ശ്രീചേട്ടനൊന്നും തുള്ളും, അത് തീർച്ച. കുഞ്ഞമ്മയുടെ അല്ലെങ്കിൽ തന്നെ ഇത്തിരി അങ്ങനെയാണ്. നേരിട്ട് പറയാഞ്ഞത് നന്നായി. മിസ്റ്റർ ഉണ്ണിയാവുമ്പോൾ വകതിരിവോടെ പറയും. എന്നാലും അത്ഭുതം തന്നെ. ശ്രീചേട്ടനോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തത് അദ്ദേഹത്തോട് പറയുന്നു. അറിയാതെ തന്നെ ഒരു വിശ്വാസം, അടുപ്പം. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. കൊച്ചച്ഛൻ എപ്പോഴും പറയും, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണെന്ന്. ഏതോ വലിയൊരു തത്വചിന്തകൻ പറയാറുണ്ടത്രേ.
പട്ടാപ്പകൽ വിളക്കും കത്തിച്ചു പിടിച്ചാണ് അന്വേഷിക്കാറ്. ഉണ്ണിയെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അതോടെ അന്വേഷണം മതിയാക്കുമായിരുന്നു. നിനക്കെന്താ തോന്നണത് ഭദ്രേ? താൻ ചിരിയടക്കും. കൊച്ചച്ഛൻ അങ്ങനെയാണ്. ആരെയെങ്കിലും പിടിച്ചാൽ പിടിച്ചതാണ്, കുറച്ചാലോ അതോ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ കരുണൻ ഇപ്പോഴും ചതുർത്ഥിയായിരിക്കില്ലല്ലോ. കുഞ്ഞമ്മയോടുള്ള വിരോധത്തിനും കുറവില്ല. മൂദേവി എന്നേ പറയൂ. പാവം കുഞ്ഞമ്മ. അത് തന്നെ പറഞ്ഞ് ഏങ്ങലടിച്ചു അമ്പലത്തിൽ വെച്ച്. ഞാൻ അറിയാഞ്ഞിട്ട് ഏട്ടന് ഒരു ദോഷവും ചെയ്തില്ലടി ഭദ്രേ. അത് നിനക്കറിഞ്ഞൂടെ? അമ്പിയയ്ക്ക് വലിയ സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഏട്ടനൊരു തുണ വേണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അവളെ ഹേമിച്ചു. എന്നിട്ടോ അവൾ പോയി. എനിക്ക് കിട്ടിയ സമ്പാദ്യം വിരോധം മാത്രം. അത് പറഞ്ഞ് കണ്ണു തുടച്ചപ്പോൾ വല്ലാത്ത പാവം തോന്നി. ശരിയല്ലേ, കുഞ്ഞമ്മ കൊച്ചച്ഛന് ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ കൊച്ചച്ഛന് ഇങ്ങനെയൊരു വിരോധം? ആവോ, അത് കൊച്ചച്ഛൻ്റെ സ്വഭാവമാണ്. ഇത്തിരി എന്തെങ്കിലും മതി. അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധാരണ മാറ്റാൻ വലിയ പ്രയാസമാണ്. ആര് പറഞ്ഞാലും എടുക്കില്ല. മിസ്റ്റർ ഉണ്ണി പറഞ്ഞാലേ സംശയിക്കേണ്ടു. ഉണ്ണി പറഞ്ഞാൽ അത്ര എളുപ്പം തട്ടിക്കളയില്ല. അത് കുഞ്ഞമ്മയ്ക്കറിയാം. അതുകൊണ്ടാണല്ലോ കുഞ്ഞമ്മ പറഞ്ഞത്. ടോ ഭദ്രേ, നമുക്ക് മോഹം പറയാമെന്നില്ലാതെന്താ? ഏട്ടം മൂളിയാലേ കാര്യം നടക്കൂ. ഏട്ടം മൂളണമെങ്കിൽ ഒന്നുകിൽ ശ്രീധരൻ പറയണം, അല്ലെങ്കിൽ മിസ്റ്റർ ഉണ്ണി. ശ്രീധരൻ പറയില്ല. അപ്പം പിന്നെ ഉണ്ണിയേ ഗതിയുള്ളൂ. താൻ മറുപടി പറഞ്ഞില്ല. അശോകൻ രാജിയെ കല്യാണം കഴിക്കണതിൽ നിനക്ക് സന്തോഷമുണ്ടാവും എന്നെനിക്കറിയാം. കുഞ്ഞമ്മ കാർ ചാരി നിന്ന് പറഞ്ഞു. സുഗൂനും. ശ്രീധരൻ ഇത്തിരി ഇടത്തടിക്കും. പക്ഷേ കുട്ടികളുടെ അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, സമ്മതിക്കും. പിന്നെ മറ്റേ അപകടം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനുണ്ട്. പക്ഷേ ഏട്ടൻ്റെ കാര്യമാണ് വിഷമം. അതിന് ഇനി ഒറ്റ പോംവഴിയേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ മിസ്റ്റർ ഉണ്ണി പറയോ? പറയും. നീ പറഞ്ഞാൽ പറയും. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നീയും കൂടി പറഞ്ഞാൽ പിന്നെ സംശയിക്കുകയില്ല. നിനക്ക് ഇത് സമ്മതമാണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏട്ടനും ശരിയെന്ന് പറയും. എത്രയും വേഗം എല്ലാം നടക്കുന്നോ അത്രയും നല്ലത്. മറുപടി പറഞ്ഞില്ല. കുഞ്ഞമ്മ പറയുന്നത് വാസ്തവമാണെന്ന് ബോധ്യമുണ്ട്. എന്നാലും ധൃതി ഇത്തിരി കൂടിപ്പോയില്ലേ എന്നൊരു ശങ്ക. ഇനിയൊക്കെ നിൻ്റെ കയ്യിലാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് കുഞ്ഞമ്മ പറഞ്ഞു, അത് നടന്നാൽ എല്ലാവർക്കും നല്ലതാണ്, പ്രത്യേകിച്ചും രാജിക്ക്. ഇനിയും എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കയ്യിൽ എന്തിരിക്കണു കുഞ്ഞമ്മേ? താൻ നടക്കിലേക്ക് നോക്കി കൈകൂപ്പി. എല്ലാം ദൈവനിശ്ചയം പോലെ വരും. ദൈവനിശ്ചയം, അതല്ലേ ശരി. ദൈവനിശ്ചയം പോലെ അല്ലാതെ എന്തെങ്കിലും നടക്കുമോ? മോഹിച്ചതാണോ കിട്ടുന്നത്? മോഹിക്കാത്തത് കിട്ടാതിരിക്കുന്നുണ്ടോ? എല്ലാം അവിടുത്തെ ലീലാവിലാസം, അല്ലാതെ എന്തു പറയാൻ? അത് ശരിയാണ്. എന്നാലും താൻ പാതി ദൈവം പാതി എന്നും ഉണ്ടല്ലോ. കുഞ്ഞമ്മ വിട്ടില്ല. നമ്മുടെ പാതി നമ്മൾ ചെയ്യണം, ബാക്കി വിധി പോലെ വരട്ടെ. ആവോ, മുഴുവൻ ബോധ്യം വന്നില്ല. എന്നാലും ആവട്ടെ. അവനവൻ ചെയ്യേണ്ടത് അവനവൻ ചെയ്യണമല്ലോ. കർമ്മപാശം ബന്ധിക്കുന്നിടത്തോളം കാലം നമ്മുടെ പാതി എന്ന് വച്ചാൽ രാജയെ കൊണ്ട് സമ്മതിപ്പിക്കുക, ഉണ്ണി മുഖേനെ കൊച്ചച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുക. പക്ഷേ കുഞ്ഞമ്മയുടെ സമ്മതം മൂളിയെങ്കിലും തനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല ഈ കല്യാണം നേരെയാവുമെന്ന്. നിനക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, കുഞ്ഞമ്മയ്ക്കറിയാം. പക്ഷേ തനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മുമ്പായിരുന്നെങ്കിൽ സംശയത്തിനേ ഇടയുണ്ടാവുമായിരുന്നില്ല. സമ്മതം, പൂർണ്ണസമ്മതം. അശോകൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കണ്ടാൽ നല്ല കുട്ടി, സ്വഭാവം അതിനേക്കാൾ. രാധാകൃഷ്ണനെ പോലെ തന്നെ. ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു, പ്രാകൃതമായി തീർന്നിരിക്കുന്നു. തോന്നിയ പോലെയൊക്കെ നടക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ ശരിപ്പെടുമെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. എന്തൊരു അന്ധവിശ്വാസം! അങ്ങനെ വിശ്വസിച്ചിട്ടാണ് കൊച്ചച്ഛൻ പണ്ട് തന്നെ രാജിയുടെ അച്ഛന്. ഇല്ല, ആ വാദത്തിൽ ഒട്ടും തന്നെ വിശ്വാസം തോന്നുന്നില്ല. പക്ഷേ അപ്പുറത്ത് പേടിയും തോന്നുന്നു. ജിമ്മും അതേ തരക്കാരൻ തന്നെയാണല്ലോ. പോരെങ്കിൽ വല്ല നാട്ടുകാരനും. അതാലോചിക്കുമ്പോൾ അമ്മ ഞെട്ടിലോടെ കയ്യിലുണ്ടായിരുന്ന ഉരുള വായിലാക്കി. എന്താ വേണ്ടത് എന്നർത്ഥത്തിൽ രുക്മിണിയുടെ മുഖത്ത് നോക്കി. അവൾ എന്താ ഉണ്ണാതെ മിഴിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മട്ടിൽ കിണ്ണത്തിലേക്ക് ചൂണ്ടിക്കാട്ടി. വിളമ്പിയതിൽ മുക്കാലും ബാക്കി കിടക്കുകയാണ്. മോര് കൂട്ടി 1-2 ഉരുള കൂടി ഉണ്ട്. എഴുന്നേറ്റ് കൈ കഴുകി.
കൊച്ചച്ഛൻ്റെ മുറിയിലേക്ക് പുറപ്പെട്ടു. സിറ്റിംഗ് റൂമിലേക്ക് കടന്നപ്പോൾ ശ്രീചേട്ടൻ കാർപ്പറ്റിലേക്ക് കാല് നീട്ടിവെച്ച് സോഫയിൽ കിടന്ന് വിശ്രമിക്കുകയാണ്. കാലൊച്ച കേട്ടിട്ടാവണം തിരിഞ്ഞു നോക്കി. കൊച്ചച്ഛനെ നോക്കാനാണോ? അതെ, ഞാനിപ്പം തന്നെ നോക്കി. ഉറക്കാണെങ്കിൽ തൽക്കാലം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സംശയിച്ചു നിന്നു. രാജി കിടക്കാൻ പോയി അല്ലേ? ഉവ്വ്. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. ശ്രീചേട്ടൻ പകുതി പറഞ്ഞു നിർത്തിയപ്പോൾ ഉള്ളൊന്നു പിടച്ചു. കുഞ്ഞമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും വല്ലതും പറയാനാണോ ഭാവം? വേറൊന്നുമല്ല, കുറച്ച് ദിവസം അവളെ കെയിലേക്ക് കൊണ്ടുപോയാലോന്ന് അമ്മ ദിവസമായി പറയുന്നു. അവളും പറയാറുണ്ട് അമ്മമ്മയെ ഒന്ന് പോയി കാണണം എന്ന്. മറ്റേ വിഷയമല്ലല്ലോ എടുത്തിട്ടത് എന്നോർത്ത് ആശ്വാസം തോന്നി. കുട്ടികളെ നിർബന്ധിക്കണ കേട്ടു. വന്നിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, കുറേ ദിവസം നിൻ്റെ അടുത്ത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ കൊണ്ടുപോവാതിരുന്നത്. ഇനി കുറച്ച് ദിവസം അവിടെ ആയിക്കോട്ടെ. അമ്മമ്മയുടെ അടുത്താവുമ്പോൾ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടും. എനിക്കും ഒന്ന് വന്നു പോരണം എന്നുണ്ട്. അമ്മയെ കണ്ടിട്ട് കുറേ നാളായല്ലോ. നീ എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത്? ഈ ആഴ്ചയിൽ ഒരു ദിവസം. എന്നാൽ അവളും ഒപ്പം പോന്നോട്ടെ. ഒരാഴ്ച അവിടെ നിർത്താം. വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ കാര്യം എന്ന് ചോദിക്കണമെന്ന് തോന്നി. ചോദിച്ചില്ല. പറയാവുന്നതാണെങ്കിൽ ശ്രീചേട്ടൻ ഇങ്ങോട്ട് പറയും. ഒരുപക്ഷെ കുഞ്ഞമ്മയുടെയും അശോകൻ്റെയും ചുറ്റുവട്ടത്ത് നിന്ന് അവളെ അകറ്റി നിർത്താനാവും. എന്നാൽ അത്രയും നല്ലത്. അവരിൽ നിന്ന് മാത്രമല്ല, ജിമ്മിൽ നിന്നും അകലുമല്ലോ. ഇത്രയും ദിവസം അവളെ പിരിഞ്ഞിരിക്കുന്നത് വിഷമമാണ്. എന്നാലും ശരി. ശ്രീചേട്ടൻ എഴുന്നേറ്റു. ഞാൻ കിടക്കാൻ പോവാണ്. രാവിലെ 5 വിളിക്കണം. അലാറം വെച്ചിട്ടുണ്ട്. അലാറം വെച്ചാലും ഞാൻ ഉണർന്നില്ല എന്ന് വരും. വിളിക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കണില്ല. ചായ കുടിച്ചിട്ട് അപ്പം തന്നെ പോവും. പഴനിയോടും പറഞ്ഞേക്ക്. ശരി. ശ്രീചേട്ടൻ കോണി കയറിപ്പോയി. ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. വീണ്ടും ഇടനാഴിയിലേക്ക് തിരിഞ്ഞു. രാജി കുറച്ച് ദിവസം പറഞ്ഞേക്കാൻ മടിയുണ്ട്. കണ്ട് കൊതി തീർന്നിട്ടില്ല. വർത്തമാനമൊന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. മകളാണെങ്കിലും അവളെ ഇനിയും വേണ്ടത്ര പരിചയപ്പെട്ടിട്ടില്ലാത്തതുപോലെയാണ്. 6-7 കൊല്ലം കൊണ്ട് അത്രമാത്രം മാറിയിരിക്കുന്നു. ഇടയ്ക്ക് ഹോളിഡേക്ക് വരുമ്പോൾ 1-2 മാസം മാത്രമാണല്ലോ കാണാറുള്ളത്. പക്ഷെ അവിടെ പോയി ഒരാഴ്ച താമസിക്കുന്നത് നന്ന്. ശ്രീചേട്ടൻ പറഞ്ഞതുപോലെ അമ്മമ്മയുടെ കൂടെ 4 ദിവസം ഇരുന്നാൽ അവൾക്ക് കുറേ സമാധാനം കിട്ടും. എന്നാലും അത്രയും ദിവസം തനിക്കൊരു വിഷമമായിരിക്കും. സാരമില്ല, അവളുടെ കാര്യമാണല്ലോ മുഖ്യം. നിനക്ക് ഉറങ്ങാൻ തിടുക്കായോ? വിളക്കണക്കാൻ കൈ ഉയർത്തിയപ്പോഴാണ് കൊച്ചച്ഛൻ്റെ വിചാരിക്കാത്ത ചോദ്യം. തിരിഞ്ഞു നോക്കി സംശയിച്ചൊന്നും ഇല്ല. എന്തേ? എന്നാൽ കുറച്ചിരിക്കുക. എനിക്ക് ഇത്തിരി വർത്തമാനം പറയാനുണ്ട്. ഈ നേരത്തോ? ഉറങ്ങണ്ടേ? എനിക്ക് ഉറക്കം വരണില്ല. അത് പറ്റില്ലല്ലോ. ഉറക്കം നല്ലോണം വേണം. പിൽസ്? അത് വേണ്ട കുട്ടി. പിൽസ് കഴിച്ചാൽ പകലൊക്കെ ഒരു മന്ദം മറിച്ചില്ല. കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം തനിച്ചു വരും. വർത്തമാനം പറഞ്ഞാൽ ഒട്ടും വരില്ല. കണ്ണടച്ച് മിണ്ടാതെ കിടന്നോളൂ. നീ ഇവിടെ ഇരിക്ക്. കൊച്ചച്ഛൻ ഒരു വശത്തേക്ക് ഇത്തിരി നീങ്ങിക്കിടന്ന് പുതപ്പിനുള്ളിൽ നിന്നും കൈ ഊരിയെടുത്തു. വാ, ഇവിടെ ഇരിക്ക്. കൊച്ചച്ഛൻ്റെ അടുത്ത് ഇത്തിരി വർത്തമാനം പറയാനുണ്ട്. പറഞ്ഞാലേ സമാധാനാവൂ. രക്ഷയില്ല. ഇന്നിങ്ങനെയാണ്. കൊച്ചച്ഛൻ്റെ മെലിഞ്ഞ കൈ ഗ്രഹിച്ച് കിടക്കയുടെ വക്കത്തിരുന്നു. കൊച്ചച്ഛനൊന്ന് കരുതിയാൽ അത് നടത്തുകയേ നിർവാഹമുള്ളൂ. വർത്തമാനം പറയാനാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ക്ഷോഭിച്ച് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുരുളും. തമ്മിൽ ഭേദം ഇത്തിരി നേരം ഇരുന്ന് കൊടുക്കുകയാണ്. വേഗം എഴുന്നേറ്റ് പോകാം. ഇനി കൊച്ചച്ഛൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കുറച്ചേ പറയാവൂ. വേഗം വേണം. ഞാനൊരു മിനിറ്റേ ഇരിക്കൂട്ടോ. പിന്നെ ഉറങ്ങണം. അമ്മ കുട്ടിയോട് പറയണ രീതിയിലാണ് പറഞ്ഞത്. കൊച്ചച്ഛൻ പുഞ്ചിരി തൂങ്ങി. ഞാൻ നിൻ്റെ കുഞ്ഞു മോനല്ലേ, പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന മട്ടിൽ. ഈ കുട്ടിക്കളി ഇടയ്ക്ക് പതിവുണ്ട്. അപ്പോഴേക്ക് കൊച്ചച്ഛൻ്റെ മുഖത്തെ വാർദ്ധക്യവും വൈക്ലഭ്യവും മാഞ്ഞു പോകുന്നത് പോലെ തോന്നും. പക്ഷേ ഇന്നെന്തോ ആ പുഞ്ചിരി മുഖത്തെ ദൈന്യത വർദ്ധിപ്പിക്കുകയാണ്. ഇനി കൊച്ചച്ഛൻ പറഞ്ഞോളൂ. എന്തോ പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. കൊച്ചച്ഛന് വയസ്സായില്ലേ? വയ്യാണ്ടായി, ഓർമ്മ നിൽക്കാണ്ടേയായി. ഇങ്ങനെ എത്ര കാലം കിടക്കണോ ആവോ ഈശ്വര. കൊച്ചച്ഛൻ്റെ കണ്ണുകൾ ഈറനാവുന്നുണ്ടോ എന്ന് തോന്നി. മെലിഞ്ഞ കൈ പതുക്കെ തലോടി കൊടുത്തു. ഇങ്ങനെ ചില സന്ദർഭങ്ങളിലാണ് കൊച്ചച്ഛൻ എത്രമാത്രം പരവശനായിരിക്കുന്നു എന്ന് മനസ്സിലാവുക. എന്നും കൊച്ചച്ഛൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ട് കാലം കൊച്ചച്ഛനിൽ വരുത്തിയ മാറ്റം പൂർണ്ണമായും തൻ്റെ ബോധമണ്ഡലത്തിൽ പതിഞ്ഞിട്ടില്ല. കൊച്ചച്ഛൻ തനിക്കിന്നും ആ പഴയ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനല്ല,
അച്ഛൻ തന്നെ. ശ്രീചേട്ടനും സുഖുവേട്ടനും വിളിക്കുന്നത് കേട്ട് കൊച്ചച്ച എന്ന് വിളിച്ചു പഠിച്ചുവെന്ന് മാത്രം. ശ്രീചേട്ടനും സുഖുവേട്ടനും അച്ഛനെ കണ്ടിട്ടുണ്ട്, കുറേശ്ശെ ഓർമ്മയുണ്ട്. തൻ്റെ സ്ഥിതി അതല്ലല്ലോ. താൻ ജനിക്കുന്നതിന് മുൻപേ മരിച്ചു അച്ഛൻ. അങ്ങനെ ഒരാളുണ്ടെന്നത് ഫോട്ടോയിൽ നിന്ന് മാത്രം മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോട് പ്രത്യേക അടുപ്പമോ മമതയോ ഉള്ളിൽ തോന്നിയിട്ടില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ കൊച്ചച്ഛനായിരുന്നു. ഒരു കുറവ് തോന്നിയിട്ടില്ല. പലപ്പോഴും മറിച്ചാണ് തോന്നുക. സ്വന്തം അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്ര വരില്ലായിരുന്നുവെന്ന് ഓരോന്നും ഓർക്കുന്നു. പുസ്തകപ്പെട്ടി തൂക്കിപ്പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകാറുള്ളത്, കീശയിൽ പോക്കറ്റ് മണി തിരികെ തരാറുള്ളത്, യൂണിഫോം ഇടിവിക്കുന്നത്, സൈക്കിൾ ഓട്ടിക്കാൻ പഠിപ്പിച്ചത്, കടയിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഒന്ന് പറയുകയേ വേണ്ടൂ, എന്തായാലും അത് നിറവേറ്റിത്തരും. എന്ത് കുസൃതി കാണിച്ചാലും ശാസിക്കില്ല. കളിയായിട്ടല്ലാതെ ഒന്നും ഉള്ളിയിട്ട് പോലുമില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അതുകൊണ്ടല്ലേ കൊച്ചച്ഛനൊരു വാക്ക് പറഞ്ഞപ്പോൾ വിഷഗുളികയാവാം എന്ന് ശങ്കിച്ചിട്ടും വിഴുങ്ങിയത്. പാവം കൊച്ചച്ഛൻ. സ്വപ്നത്തിലും കരുതിയിരിക്കില്ല ഇങ്ങനെയെല്ലാം വന്ന് കലാശിക്കുമെന്ന്. അതാലോചിച്ച് എത്ര വേദനയാണ് തിന്നുന്നത്. ആ വേദന കാണുമ്പോഴാണ് സഹിക്കാത്തത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും. നെടുവീർപ്പിടണമെന്ന് തോന്നിയെങ്കിലും അടക്കിപ്പിടിച്ചു. കൊച്ചച്ഛൻ തൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. കുണ്ടിൽ പോയ കണ്ണുകൾ നിഴലിലാണ്. തിളക്കം മാത്രം കാണാം. ചുണ്ടുകൾ ഇറുക്കി പിടിച്ചതുകൊണ്ട് ഒട്ടിയ കവളത്ത് എല്ല് തുറിച്ചു നിൽക്കുന്നു. പറ്റവെട്ടിയ മുടിയും നരച്ച നീണ്ട താടിമീശയും മുഖത്തിൻ്റെ ശോകഭാവം ഇരട്ടിപ്പിക്കുന്നു. ആ പഴയ കൊച്ചച്ഛൻ. കണ്ണിലെന്തോ കുത്തിത്തറച്ചതുപോലെ വെള്ളം പൊട്ടി. രണ്ടാം മുണ്ടിൻ്റെ തുമ്പുകൊണ്ടൊപ്പി. പെട്ടെന്നാണ് ബോധം വന്നത്. അബദ്ധമായി. കൊച്ചച്ഛൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു. നീ എന്തിനാ കരയണത്? ഞാൻ കരഞ്ഞില്ലല്ലോ, വെറുതെ കണ്ണൊന്ന് തുടച്ചതാ അല്ലേ? എൻ്റെ മോളെ, നീ എന്തിനാ കൊച്ചച്ഛനെ പറ്റിക്കണം നോക്കണത്? നിൻ്റെ ഉള്ളിലുള്ള തീയ് എനിക്ക് അറിഞ്ഞൂടെ കുട്ടി? തീയും ഇല്ല വെള്ളവും ഇല്ല. അത് പോട്ടെ, കൊച്ചച്ഛൻ എന്താ പറയാണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വന്നോ? എനിക്ക് എപ്പോഴും ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മോള് ദുഃഖിക്കരുത്, കരയരുത്. കൊച്ചച്ഛൻ മറ്റേ കൈയും പുതപ്പിനുള്ളിൽ നിന്ന് ഊരിയെടുത്ത് രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. ദുഃഖിക്കലൊക്കെ കൊച്ചച്ഛനായിക്കൊള്ളാം. ഇനി ഏതായാലും ഇത്ര കാലല്ലേ ഉള്ളൂ. എല്ലാവരുടെയും ദുഃഖം ഞാൻ ഏറ്റെടുത്തോളാം. കൊച്ചച്ഛൻ ഇങ്ങനൊന്നും പറയില്ല. പറഞ്ഞാൽ ഞാൻ എണീറ്റ് പോവും. പറയാതിരുന്നിട്ട് എന്താ കാര്യം? കൊച്ചച്ഛൻ ജീവിക്കാനുള്ളതൊക്കെ ജീവിച്ചു കഴിഞ്ഞു. ആദ്യപോലെ 1000 കൊല്ലം സുഖിക്കണം എന്നൊന്നും എനിക്കില്ല. വേണമെന്ന് വെച്ചാൽ നടക്കുമോ? പണ്ടതൊക്കെ നടന്നിട്ടുണ്ടാവും. ഇക്കാലത്ത് പറ്റുമോ? വയസ്സായാൽ മരിക്കുക, അത്ര തന്നെ. കൊച്ചച്ച, ഇത് പറയാനാണോ ഇരിക്കാൻ പറഞ്ഞത്? ഇതൊക്കെ നാളെ പകല് പറയാം. അർദ്ധരാത്രിക്ക് തന്നെ വേണമെന്നില്ല. ഞാൻ എണീറ്റ് പോവാണ്. നാളെ പുലരുമ്പോൾ ആള് ബാക്കിയുണ്ടാവുമോ എന്ന് ആർക്കറിയാം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. നീ ഇത്തിരി ക്ഷമിച്ചിരിക്കേ. എൻ്റെ മോളെ, കൊച്ചച്ഛനെ കൊണ്ടുള്ള ഉപദ്രവം ശേറെക്കാലം ഉണ്ടാവില്ല. ഇനി അത് തീർച്ചയാണ്. തലയ്ക്കൊരു കിഴിക്ക് കിട്ടിയതുപോലെ തോന്നി. കൊച്ചച്ഛൻ പെട്ടെന്ന് മുഷിഞ്ഞിരിക്കുന്നു. തനിക്ക് ശല്യമായി തോന്നുന്നത് കൊണ്ടാവാം വർത്തമാനം പറയുന്നത് കേട്ടിരിക്കാൻ ക്ഷമയില്ലാത്തത് എന്ന് കുറ്റപ്പെടുത്തുകയാണ്. സത്യം അതല്ലെന്ന് കൊച്ചച്ഛൻ അറിയാഞ്ഞിട്ടല്ല. ഇടയ്ക്ക് പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ്. അതിൻ്റെ മുൻപ് തലകുനിക്കുമെന്നറിയാം. ഇനി യഥേഷ്ടം സംസാരിക്കാൻ വിടുകയേ നിർവാഹമുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പ, കൂടുതൽ സംസാരിച്ച് സുഖക്കേട് കൂടുതലാക്കാൻ ഇടവരല്ലേ. കൊച്ചച്ഛൻ പറഞ്ഞോളൂ, എത്ര നേരം വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ തടുക്കണില്ല. അധികം സംസാരിക്കരുത്, ധാരാളം ഉറങ്ങണം എന്നൊക്കെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിട്ടില്ലേ? ഞാനത് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും കൊച്ചച്ഛന് എന്നോട് ദേഷ്യമായി. കൊച്ചച്ഛന് ആരോടും ദേഷ്യമില്ല മോളെ, അത് നിന്നോടോ? നീ ആരാ? യയാതിയുടെ വാർദ്ധക്യം ഏറ്റെടുത്ത പുരുവിനെപ്പോലെ 10-20 കൊല്ലമായിട്ട് എൻ്റെ ദുഃഖവും പാപവും ഭാരവും ഒക്കെ നീ ഏറ്റിരിക്കുകയല്ലേ. എന്നിട്ട് നിന്നോട് ദേഷ്യമോ? ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിഞ്ഞൂടെ? കൊച്ചച്ഛൻ എന്തിനാ ആ പഴയ കഥ പിന്നെയും പറയണത്? എന്നോ മറന്ന കാര്യങ്ങളല്ലേ? മറന്നോ? എനിക്കും മറക്കാൻ പറ്റില്ല. ഞാനേ ജീവിതത്തിൽ കടുങ്കൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്നോട് ചെയ്തതാണ് ഏറ്റവും വലിയ കടുങ്കൈ. അത് ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ ബോധ്യമാണ്. പ്ലീസ് കൊച്ചച്ച, അതൊന്നും ഇപ്പം പറയണ്ട. എത്രയോ തവണ പറഞ്ഞതാണ്. ഇനിയും പറയുകയാണെങ്കിൽ പകല് സമയമില്ലേ? അത് പോട്ടെ, വേറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓർമ്മ വന്നാൽ അത് പറയൂ.
ഇല്ലെങ്കിൽ ഉറങ്ങാൻ നോക്കൂ. ഇങ്ങനെ സംസാരിച്ചാൽ ഉറക്കം വരില്ല. പിന്നെ പിൽസ് തരേണ്ടി വരും. പിൽസ് ഒന്നും വേണ്ട. എൻ്റെ വിഷമം നീ അറിയാഞ്ഞിട്ടാ മോളെ. ഇത്തിരി നേരം കൂടി ഇരിക്കെ. ശരി കൊച്ചച്ച. കൊച്ചച്ചൻ ദീർഘമായൊരു നെടുവീർപ്പിട്ട് കൈകൾ വിടുവിച്ച് മാറത്ത് വിലങ്ങിനെ പിണച്ചു വെച്ചു പുതപ്പിന് മീതെ. ഉണങ്ങിയ ഇഞ്ചിപ്പൊളി പോലെ ചുക്കിച്ചുളിഞ്ഞ കൈത്തണ്ടകൾ ശ്വാസോച്ഛ്വാസത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ വല്ലാത്ത വിമ്മിഷ്ടം തോന്നി. എത്ര ദുർബലനായി തീർന്നിരിക്കുന്നു കൊച്ചച്ചൻ. ശാരീരികമായി മാത്രമല്ല, മാനസികമായിട്ടും. പണ്ടത്തെ കൊച്ചച്ചനേ അല്ല. പണ്ട് എല്ലാം ഉള്ളിലൊതുക്കുമായിരുന്നു. ഇപ്പോൾ നിസ്സാര സംഗതികൾ പോലും ആളെ ഉലച്ചു കളയുന്നു. പഴയ കഥകൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു. പറഞ്ഞു പറഞ്ഞു ദുഃഖിക്കുന്നു. കൂടുതലും ആദി തന്നെ ചൊല്ലിയാണ്. അത് ആലോചിക്കുമ്പോഴാണ് തനിക്ക് കൂടുതൽ വേദന. രാജിയുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോൾ വേദന തോന്നി. കൊച്ചച്ചനോട് നീരസവും പകയും വരെ തോന്നി. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായി കഴിഞ്ഞുകൂടേണ്ടത് ഓർക്കുമ്പോഴും വേദനയുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ നിസ്സാരം. ഹൃദയത്തിൽ തഴമ്പ് വീണിരിക്കുന്നു. പക്ഷേ തന്നെ ചൊല്ലി കൊച്ചച്ചൻ നൊമ്പരപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. പണ്ടുള്ളിൽ തോന്നിയ നീരസവും പകയും എന്നേ മാഞ്ഞുപോയിരിക്കുന്നു. വാസ്തവത്തിൽ തന്നെക്കാൾ എത്രയോ കഠിനമായ വേദനയാണ് കൊച്ചച്ചൻ അനുഭവിക്കുന്നത്. തന്നെ സംബന്ധിച്ചിടത്തോളം വിധിയാണെന്നെങ്കിലും സമാധാനിക്കാം. കിട്ടിയത് സ്വീകരിച്ചു. ഭാഗ്യക്കേട് കൊണ്ട് നിലനിന്നില്ല, നഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ. സഹിക്കാവുന്ന ദുഃഖമാണ്. കൊച്ചച്ചൻ്റെ സ്ഥിതി അതല്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. ആ ചിന്ത ഉമിത്തിയിൽ വീണ തീക്കനൽ പോലെ ഇത്തിരി ഇത്തിരിയായി നീറ്റുകയാണ്. എന്തിന്? ചെയ്തത് അത്ര വലിയ തെറ്റായിരുന്നുവോ? ആയിരുന്നെങ്കിൽ തന്നെ കരുതിക്കൂട്ടി ചെയ്തതാണോ? ആണെന്ന് മനസ്സ് സമ്മതിക്കുന്നില്ല. ഇത്രയേറെ നോവ് അനുഭവിച്ചിട്ടും നന്മ വരുമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കൊച്ചച്ചൻ. കണക്കൂട്ടൽ പിഴച്ചത് കൊച്ചച്ചൻ്റെ തെറ്റല്ല, തൻ്റെ വിധി അതായിരുന്നു. മോളെ, എന്താ കൊച്ചച്ച? കൊച്ചച്ചൻ 2 കൈയും എടുത്ത് നീട്ടി. സ്വന്തം കൈ അതിൽ വെച്ചു കൊടുത്തു. കൊച്ചച്ചൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി സ്വകാര്യമായിട്ട് വെക്കോ? പറഞ്ഞോളൂ, ഞാനാരോടും പറയില്ല. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. കൊച്ചച്ചൻ പുഞ്ചിരി തൂകി. ഉണ്ണിയോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്വത്തൊക്കെ നിനക്കും രാജിക്കും എഴുതി വയ്ക്കാൻ. കൊച്ചച്ചൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പുഞ്ചിരി മറുപടിയായി പ്രതീക്ഷിക്കുന്നത് പോലെ. ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പറ്റിയില്ല. മനസ്സിൽ പ്രത്യേകിച്ചൊരു സന്തോഷവും തോന്നിയില്ല. എന്നും കേൾക്കുന്ന എന്തോ ഒന്ന് കേട്ടതുപോലെ തോന്നിയുള്ളൂ. എൻ്റെ കാലശേഷം നിനക്കും രാജിക്കും ഒരു കഷ്ടപ്പാടും വരരുത്. ഇത്രയല്ലേ കൊച്ചച്ചനെ കൊണ്ട് ചെയ്യാനാവൂ? കഴിഞ്ഞു പോയത് മായ്ച്ചെഴുതാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞു പോയത് മായ്ച്ചെഴുതാൻ പറ്റില്ല. കൊച്ചച്ചൻ എപ്പോഴും പറയുന്നതാണ്. ശരിയാണ്, പറ്റില്ല. അഥവാ മായ്ച്ചു കളഞ്ഞു പുതിയത് എഴുതാൻ പറ്റിയിരുന്നെങ്കിലോ? എങ്ങനെയായിരിക്കും എഴുതുക? മറ്റൊരു തരത്തിൽ എഴുതിയാലും തെറ്റാവില്ലെന്ന് എങ്ങനെ തീരുമാനിക്കാം? കൊച്ചച്ചൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിലും തന്നെ കാണുന്നില്ലെന്ന് തീർച്ച. നോട്ടം മറ്റെന്തിലോ ആണ്. കണ്ണു തുറന്ന് സ്വപ്നം കാണുന്നത് പോലെ. അവകാശം പറയാൻ പലരും വരും. കൊച്ചച്ചൻ തുടർന്നു. സ്വത്തും കാശും എല്ലാവർക്കും വേണം. പറയാൻ ഓരോ ബന്ധം കാണും. ബന്ധം? എന്ത് ബന്ധം? ഒന്നുമില്ല, കാശ് വേണം, അതന്നെ. പക്ഷെ ഞാൻ കൊടുക്കില്ല. ഒക്കെ എൻ്റെ മോൾക്ക്. അല്ലാണ്ടാർക്കാ? ഈ പറഞ്ഞു വരണോർക്ക് എന്താ ഇത്ര വലിയ അവകാശം? നീ എന്നെ പറയ്. എന്ത് പറയാനാണ്? മിണ്ടാതിരുന്നു. സ്വത്തിലും പണത്തിലും ഒന്നും അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. കൊച്ചച്ചനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പറഞ്ഞോട്ടെ, മൂളി കേൾക്കാം. നീ പറയ്. സരസ്വതിക്കും മറ്റുള്ളവർക്കും എന്തിനാ കൊടുക്കണത്? അങ്ങനെ അല്ല കൊച്ചച്ച. പറയുമ്പോൾ തൊണ്ട വരണ്ടതുപോലെ തോന്നി. എല്ലാവരും വേണ്ടപ്പെട്ടവരല്ലേ? വേണ്ടപ്പെട്ടവരോ? മിക്ക നീയും ശ്രീധരനും മാത്രമേ ഉള്ളൂ വേണ്ടപ്പെട്ടവര്. രാജിമോളും സുഗൂനെയും കൂടി ഞാൻ അത്രയ്ക്ക് കണക്കാക്കിയിട്ടില്ല. നിന്നോട് സത്യം പറയാണ്. നിങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. അപ്പം കുഞ്ഞച്ചനോ? അവൻ്റെ കാര്യം എന്നോട് മിണ്ടേ വേണ്ട. കൊച്ചച്ചൻ്റെ സ്വരം പരുഷമായി. അവകാശം പറയാൻ ഇങ്ങോട്ട് വരട്ടെ. കൊടുക്കില്ല. ശരി, കൊച്ചച്ചൻ്റെ ഇഷ്ടം പോലെ. നയത്തിൽ കൂടി. എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൊച്ചച്ചൻ കൂടുതൽ ക്ഷോഭിക്കും.
എങ്ങനെയെങ്കിലും സംഭാഷണം മതിയാക്കി ഉറങ്ങാൻ പ്രേരിപ്പിക്കണം. കൊച്ചച്ഛൻ എന്ത് പറഞ്ഞാലും ചെയ്താലും ഞങ്ങൾക്കത് സമ്മതമാണ്. ഇന്നേവരെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ കൊച്ചച്ച? അതെ, അതെനിക്കറിയാം. രാവുണ്ണി അങ്ങനെ തന്നെയായിരുന്നു. ആ ഏഠ്യ ഒക്കേനും കാരണം. ഏഠ്യാന്ന് വെച്ചാൽ ഏഠ്യയിലേക്കും വെച്ച് കിരീടം വെച്ച ഏഠ്യ. എൻ്റെ മോളോട് എനിക്കൊന്ന് പറയാൻ ഉണ്ട് കേട്ടോ. നീ സാധുവാണ്. കുഞ്ഞമ്മയെ നല്ലോണം സൂക്ഷിക്കണം. അവളും എന്നെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കും. സൂക്ഷിക്കണം കേട്ടോ. ശരി. ഉള്ളിൽ നേരിയ നടുക്കം തോന്നി. അറിഞ്ഞിട്ട് പറയുന്നത് പോലെയുണ്ട്. ശ്രീചേട്ടനോ മിസ്റ്റർ ഉണ്ണിയോ കൊച്ചച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിരിക്കുമോ? ആ മൂദേവിക്ക് പണ്ടേ ഉള്ളതാണ് എൻ്റെ സ്വത്തിലൊരു കണ്ണ്. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. അത് നീ എപ്പോഴും ഓർമ്മ വയ്ക്കണം. ശരി കൊച്ചച്ച, മതി വർത്താനം പറഞ്ഞത്. പോരെ, ഇപ്പം തന്നെ കുറേയായി. മതി, ധാരാളമായി. പറയാനുള്ളത് പറഞ്ഞുല്ലോ. നീ ഒന്നുകൊണ്ടും വ്യസനിക്കണ്ട. നിനക്കും മോൾക്കും ഒരു കഷ്ടപ്പാടും വരില്ല. എനിക്കൊരു വ്യസനവും ഇല്ല കൊച്ചച്ച. കൊച്ചച്ഛൻ്റെ അനുഗ്രഹം മതി, വേറെ ഒന്നും വേണ്ട. ആകെ ഒരു വിചാരം ബാക്കിയുള്ളത് രാജിയെ ഒരു വഴിക്കാക്കണം എന്നാണ്. അതും കൊച്ചച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നേരെയാവും. ഒക്കെ നേരെയാവും. നീ പരിഭ്രമിക്കണ്ട. നിനക്കും അവൾക്കും കൊച്ചച്ഛൻ്റെ അല്ല, ദൈവത്തിൻ്റെ തന്നെ അനുഗ്രഹം വേണ്ടോളമുണ്ട്. എല്ലാം ഗുരുവായൂരപ്പൻ ശരിയാക്കും. അത് മതി. കൈ പിടിച്ചെഴുന്നേറ്റു. ഇനി കൊച്ചച്ഛൻ കിടന്നുറങ്ങൂ. പിൽസ് വേണോ? വേണ്ട, ഞാൻ നാമം ജപിച്ചുറങ്ങിക്കോളാം. നാരായണ നാരായണ. ഗുഡ് നൈറ്റ്. ശരി കൊച്ചച്ച, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാരായണ നാരായണ. കൊച്ചച്ഛനെ ശരിക്ക് പുതപ്പിച്ച് ബെഡ് ലാമ്പിൻ്റെ സ്വിച്ച് അണച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ടും നിലവിളക്കിൻ്റെ നാളത്തിൽ കണ്ണുറപ്പിച്ച് പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധ ഉറച്ചു നിന്നിരുന്നില്ല. വഴിപാട് കഴിച്ചതേയുള്ളൂ. കുഞ്ഞമ്മയെ സൂക്ഷിക്കണം. കൊച്ചച്ഛൻ്റെ വാക്കുകൾ മനസ്സിൽ കിടന്ന് മറിയുന്നു. ശ്രീചേട്ടനും അതുതന്നെ സൂചിപ്പിച്ചു. മറ്റു പലതും ഉദ്ദേശിച്ചിട്ടാണ് കുഞ്ഞമ്മ. ട്ടോ ഭദ്രേ, രാജി നിൻ്റെ മോളാവുമ്പം എൻ്റെയും കുട്ടിയല്ലേ. അവൾക്ക് ഇനിയും ഒരു ബുദ്ധിമോശം പറ്റിയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാൻ ധൈര്യം വരുന്നില്ല. അശോകനെങ്കിൽ അശോകൻ, അല്ലെങ്കിലും അവൻ ശരിക്കും മിടുക്കനാണ്. ഈ അപഹാരം ഒന്ന് മാറിക്കിട്ടിയാൽ തെളിയും. അവൾ ജിമ്മുമായിട്ട് എന്ത് വേണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് ധൈര്യം തരേണ്ടത്, ബുദ്ധി ഉപദേശിക്കേണ്ടത് ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞു പോയത് മായ്ച്ച് എഴുതാൻ കഴിയില്ലല്ലോ. ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് ഇറങ്ങിപ്പോയത്. കാര്യങ്ങൾ ശരിപ്പെട്ട് വരികയാണെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ടേറ്റത്. അതോ അതൊക്കെ വ്യാമോഹം മാത്രമായിരുന്നോ? അദ്ദേഹം കള്ളക്കോല് കാണിച്ചതാണോ? ആവില്ല. കളവും ചതിയും വശമുള്ള ആളല്ല. അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി തന്നോടൊപ്പം കഴിയാമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ചിരുന്നു. അതിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ തലയിലെടുത്ത് തലോടിയാൽ പോകുമോ? അദ്ദേഹം കയറി വന്നത് അറിഞ്ഞില്ല. രാജിയെ കുളിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിനെ തോർത്തി ഒക്കത്തെടുത്ത് കുപ്പായം ഇടുവിക്കാൻ കിടപ്പറയിലേക്ക് ചെന്നപ്പോൾ അവിടെയുണ്ട് രാജിയുടെ അച്ഛൻ. പ്രതീക്ഷിച്ചതല്ല. ടൂറി കട്ട് ഷോട്ട് ചെയ്തോ? അദ്ദേഹം മറുപടി പറയുന്നില്ല. തട്ടിൽ കണ്ണും നട്ട് കട്ടിലിൽ മലർന്നിരിക്കുന്നു. സുഖമില്ലായ ഒന്നുമില്ലല്ലോ. അടുത്ത് ചെന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. അദ്ദേഹം കൈ പതുക്കെ പിടിച്ചു മാറ്റുന്നു. എന്തോ പന്തികേടുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തത്? അദ്ദേഹം എഴുന്നേറ്റ് ജനാലയ്ക്കിൽ ചെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഭയം പൊക്കിളിൽ നിന്ന് മേലോട്ട് അരിച്ചു കയറുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? പറയൂ. ഞാൻ വളരെ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. അമ്മാമ്മനെയും ശ്രീധരനെയും അറിയിക്കുകയും കഴിഞ്ഞു ഞാൻ. അദ്ദേഹം തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കുന്നു. തല കുനിക്കുന്നു. ഐ എം സോറി. ഇനിയും ഞാൻ ഭദ്രയെ ചീറ്റ് ചെയ്യണത് ശരിയല്ല. ഞാൻ പോവാണ്. ഇപ്പോഴും കണ്ണിൽ കാണുന്നു. കേട്ടതിൻ്റെ അർത്ഥം പതുക്കെ പതുക്കിയാണ് ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങിയത്. കാര്യം പിടികിട്ടിയപ്പോൾ കുട്ടിയെ കട്ടിലിന്മേലിരുത്തി താനും ഇരുന്നു. കാൽമുട്ടുകളുടെ ബലം പെട്ടെന്ന് നഷ്ടപ്പെട്ടിരുന്നു. കരഞ്ഞില്ല, മിണ്ടിയില്ല. വായും പൊളിച്ച് അദ്ദേഹത്തെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ നാളെയോ മറ്റന്നാളോ വന്ന് എൻ്റെ ഡ്രസ്സുകളും മറ്റും കൊണ്ടുപോയിക്കൊള്ളാം. അദ്ദേഹം വാതിൽക്കിലേക്ക് നടക്കുന്നു. പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ ചാടി എഴുന്നേറ്റ് വഴി തടഞ്ഞു നിൽക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? എത്രയോ വട്ടം സംസാരിച്ച് കഴിഞ്ഞതാണല്ലേ. ഇതല്ലാതെ വേറെ വഴിയില്ല.
എത്രയോ വഴി ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതൊന്നും നടപ്പില്ല. ഇതാണ് ഏറ്റവും നല്ലത്. ഭദ്ര ഒന്നും പറയണ്ട. ഞാൻ ചെയ്യണത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് ചെയ്യണത്. പക്ഷെ നിവർത്തിയില്ല. ഐ ആം സോറി. രാജി പെട്ടെന്ന് ഉറക്കെ കരയുന്നു. ഓടിച്ചെന്ന് അവളെ എടുക്കുന്നു. തിരിഞ്ഞു നിന്ന് പറയുന്നു, ഇവളെ വിചാരിച്ചെങ്കിലും. ആൾ വാതിൽ കടന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പിന്നാലെ ചെല്ലുന്നു. പക്ഷേ മിഴിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇത് സംഭവിക്കുന്നതോ അതോ ദുസ്വപ്നമോ? ദുസ്വപ്നമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം ചവിട്ടുകല്ലിറങ്ങി കാറിൽ കയറുന്നു. കാറ് അങ്ങാടിക്കൂറ്റനെ പോലെ വെകിളിയെടുത്ത് ചുരം മാന്തുന്നു. വേതാളത്തെ പോലെ അലറിക്കൊണ്ട് പാഞ്ഞു പോകുന്നു. അതിൻ്റെ മൂട്ടിൽ നിന്നുയർന്ന പുക മേഘപടലം പോലെ ആകാശത്തെ ഇരുട്ടുപോലെ. ആകാശവും ഭൂമിയും മൂടുന്നു. ആ മൂടലിൽ ജീവിതം അലിഞ്ഞു പോകുന്നു. വെള്ളത്തിൽ വീണ സോപ്പ് പോലെ. അലിയുന്തോറും മൂടലിൻ്റെ കട്ടി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും കട്ടി കുറയാത്ത ഈ ഇരുട്ടിൻ്റെ കൊഴുത്ത ജലത്തിൽ എത്ര കാലം കിടന്നാലാണ് മുഴുവനും അലിഞ്ഞു പോകുക? എൻ്റെ ഈശ്വര. നെടുവീർപ്പിട്ട് എഴുന്നേറ്റ് വിളക്കിൽ എണ്ണ പകർന്നു. നാളം തെളിയിച്ചു. വിരലിൽ പറ്റിയ എണ്ണ തലയിൽ തുടച്ചു. വീണ്ടും കൈകോപ്പി പ്രാർത്ഥിച്ചു. ഈശ്വര, ഗുരുവായൂരപ്പ, എല്ലാവർക്കും നന്മ വരുത്തണേ. എൻ്റെ മോളെ കാത്തു രക്ഷിക്കണേ. കൊച്ചച്ഛൻ്റെ സൂക്കേടൊക്കെ മാറ്റിത്തരണേ. പൂജാമുറിയുടെ വാതിൽ ചാരുന്നതിന് മുമ്പ് വിളക്കിൻ്റെ തിരി ശരിയല്ലേ എന്ന് ഒരിക്കൽ കൂടി നോക്കി. തെളിഞ്ഞ് കത്തുന്നുണ്ട്. ഒരു വിളക്ക് കെട്ടാൽ വഴി മുഴുവൻ ഇരുട്ടാവില്ലെന്ന് കൊച്ചച്ഛൻ പറഞ്ഞു. അത് ശരിയാണെന്ന് തെളിയിച്ചത് ഈ വിളക്കാണ്. അന്ന് കൊളുത്തിയതാണ്. ഇന്നേ വരെ കെട്ടിട്ടില്ല. ഇത് കെടാത്ത കാലം തൻ്റെ ജീവിതത്തിൽ ഇരുട്ടേ ഉണ്ടാവില്ല. ഇതുള്ളപ്പോൾ വേറെ എത്ര വിളക്കുകൾ കെട്ടാലെന്ത്? ഒരിക്കൽ കൂടി കൈകൂപ്പി. ഗുരുവായൂരപ്പ, എല്ലാം അവിടുത്തെ ലീല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായമായി വേഗം വരാം. താങ്ക് യു.